Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. മാൻ അറസ്റ്റഡ്. ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്തു. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം: മാൻ വാസ് അറസ്റ്റഡ്. ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്തു. ഇവിടെ എഴുതാത്തൊരു വാസുണ്ട്. മാൻ വാസ് അറസ്റ്റഡ്. ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്തു ഫോർ ഡെത്ത് ത്രെഡ്സ്. ത്രെട്ട് എന്നാൽ ഭീഷണി എന്നുള്ള അർത്ഥമാണ്. ഡെത്ത് ത്രെഡ്സ് മരണഭീഷണി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തൽ, ഇതാണ് അർത്ഥം. ഇത്തരം ഭീഷണികൾ നടത്തി അതിന് ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്തു. എഗെയിൻസ്റ്റ് എതിരായിട്ട് കേരള CM VD സതീശൻ. കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന് എതിരായിട്ട് മരണഭീഷണികൾ മുഴക്കി, കൊല്ലുമെന്ന് വധഭീഷണികൾ മുഴക്കി അതിന് ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്തു. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. എ മാൻ വാസ് അറസ്റ്റഡ്. ഒരു പുരുഷൻ അറസ്റ്റിലായി ഓൺ സാറ്റർഡേ ശനിയാഴ്ച. ബൈ കേരള പോലീസ്. കേരള പോലീസിനാൽ അറസ്റ്റിലായി. കേരള പോലീസ് ഒരു പുരുഷനെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തു ഫോർ അലേജഡ്ലി ഇഷ്യൂയിങ് ഡെത്ത്. അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത്. ഇത് ആരോപിച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. ഇഷ്യൂ എന്നാൽ പ്രഖ്യാപിക്കുക, കൊടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പുറപ്പെടുവിക്കുക. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, ഇതിനാണ് അറസ്റ്റ് ചെയ്തത്. ഓവർ ദ ഫോൺ, ഫോണിൽ മുഖേന, ഫോണിലൂടെയാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. അതിന് അറസ്റ്റ് ചെയ്തു. ചീഫ് മിനിസ്റ്റർ VD സതീശൻ ആൻഡ് ഹിസ് ഫാമിലി. VD സതീശനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിന് യുവാവിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. ഒഫീഷ്യൽസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ത്രെറ്റ് ഡീറ്റെയിൽസ്. അന്വേഷണവും ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങളും. ത്രെറ്റ് ഡീറ്റെയിൽസ് എന്നാൽ ഭീഷണി, ത്രെറ്റ് എന്നാൽ ഭീഷണി നടത്തിയിട്ടുള്ള വിശദ വിവരങ്ങളും അന്വേഷണവും. അക്കോർഡിംഗ് ടു പോലീസ്. പോലീസ് പറയുന്ന വിവരപ്രകാരം ദി അക്യൂസ്ഡ്, പ്രതി, ഐഡൻറ്റിഫൈഡ്, പ്രതിയെ തിരിച്ചറിഞ്ഞു. സോണി തോമസ് എന്നാണ് പ്രതിയുടെ പേര്. എ നേറ്റീവ് ഓഫ് വൈലക്കാട് ഇൻ ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ വൈലക്കാട് സ്വദേശിയായിട്ടുള്ള, നേറ്റീവ് എന്നാൽ സ്വദേശിയായിട്ടുള്ള സോണി തോമസ് ആണ് പ്രതി. വാസ് ടേക്കൺ ഇൻ ടു കസ്റ്റഡി. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. അതിനെ തുടർന്ന് ഫോളോവിങ് എ കംപ്ലൈൻറ്റ്, ഒരു പരാതി നൽകിയതിനെ തുടർന്ന് കംപ്ലൈൻറ്റ് ലോഡ്ജ്ഡ്, പരാതി നൽകപ്പെട്ടു വിത്ത് ദ കൻറ്റോൺമെൻറ്റ് പോലീസ് ഇൻ തിരുവനന്തപുരം. തിരുവനന്തപുരം കൻറ്റോൺമെൻറ്റ് പോലീസിൽ ഒരു പരാതി നൽകി. അതിനെ തുടർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ദ സൈബർ സെൽ ഹാസ് ഓൾസോ ഇനിഷ്യേറ്റഡ്. ഇനിഷ്യേറ്റ് എന്നാൽ ആരംഭിക്കുക, തുടങ്ങുക, ഇതൊക്കെ അർത്ഥം. എ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ മാറ്റർ. മാറ്റർ എന്നാൽ കാര്യം, ഈ സംഗതി. ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ അന്വേഷണം. പാരലൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ സമാന്തരമായ അന്വേഷണം എന്നുള്ള അർത്ഥം. സമാന്തര അന്വേഷണം. ടു ട്രേസ്, കണ്ടെത്താൻ വേണ്ടി. ഡിജിറ്റൽ ട്രയൽ ഓഫ് ദ കോൾസ്, കോളുകളുടെ ഡിജിറ്റൽ പാത കണ്ടെത്തുന്നതിനായിട്ട് സൈബർ സെല്ലും ഈ വിഷയത്തിൽ, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു സമാന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആസ് പെർ ദി FIR പ്രകാരം ദി അക്യൂസ്ഡ്, പ്രതി, റിപ്പീറ്റഡ്ലി, തുടർച്ചയായി, കോൾഡ് ദ ഒഫീഷ്യൽ കോളർ. ഒഫീഷ്യൽ കോളർ എന്നാൽ ഔദ്യോഗിക നമ്പർ. ഒഫീഷ്യൽ കോളർ ID നമ്പർ, ഔദ്യോഗിക കോൾ നമ്പറിലേക്ക് തുടർച്ചയായി പ്രതി വിളിച്ചു. ദ തിരുവനന്തപുരം സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് കൊമാൻഡ് സെൻറ്റർ DPCC അറ്റ് അറൗണ്ട് 6:50 PM ഓൺ തേഴ്സ്ഡേ. തേഴ്സ്ഡേ എന്നാൽ വ്യാഴാഴ്ച. അറൗണ്ട് എന്നാൽ ഏകദേശം. FIR പ്രകാരം പ്രതി വ്യാഴാഴ്ച വൈകുന്നേരം ഏകദേശം 6:50 മണി സമയത്ത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമാൻഡ് സെൻറ്ററിലെ ഔദ്യോഗിക ഫോൺ നമ്പറിലേക്ക് തുടർച്ചയായിട്ട് വിളിച്ചു. ഡ്യൂറിങ് ദീസ് കോൾസ്, ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ, ഈ വിളികൾക്കിടയിൽ, ഹി അലേജഡ്ലി ഇഷ്യൂഡ് ത്രെഡ്സ്, അദ്ദേഹം വധഭീഷണികൾ മുഴക്കി. ടു കിൽ VD സതീശൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി. ഈ വിളികൾക്കിടയിൽ VD സതീശനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും
കൊല്ലുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് ആരോപണം. ഈ അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത്, അതായത് പത്രക്കാർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. മോട്ടീവ് ബിഹൈൻഡ് ദ ത്രെഡ്സ്. മോട്ടീവ് എന്നാൽ ഉദ്ദേശം എന്നുള്ള അർത്ഥമാണ്. ഭീഷണികൾക്ക്, ബിഹൈൻഡ് എന്നാൽ പിറകിൽ, ഭീഷണികൾക്ക് പിറകിലുള്ള ഉദ്ദേശം. പോലീസ് ഒഫീഷ്യൽസ് സ്റ്റേറ്റഡ്, പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ദാറ്റ് ദി അക്യൂസ്ഡ്, പ്രതി, വാസ് അപ്രിഹെൻഡഡ്. അപ്രിഹെൻഡ് എന്നാൽ പിടികൂടുക എന്നുള്ള അർത്ഥമാണ്. ദി അക്യൂസ്ഡ് വാസ് അപ്രിഹെൻഡഡ്, പ്രതിയെ പിടികൂടി. സൂൺ ആഫ്റ്റർ, സൂൺ ആഫ്റ്റർ എന്നാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. അധികം വൈകാതെ പ്രതിയെ പിടികൂടി. ദ കംപ്ലയിൻറ്റ് വാസ് രജിസ്റ്റേർഡ്, സൂൺ ആഫ്റ്റർ ദി കംപ്ലയിൻറ്റ് വാസ് രജിസ്റ്റേർഡ്. പരാതി രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ വൈകാതെ പ്രതിയെ പിടികൂടിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആൻഡ് പ്രിലിമിനറി വെരിഫിക്കേഷൻ ഓഫ് കോൾസ് റെക്കോർഡ്സ്. കൂടാതെ കോൾ രേഖകളുടെ പ്രാഥമിക പരിശോധനയിൽ, പ്രിലിമിനറി എന്നാൽ പ്രാഥമിക, വെരിഫിക്കേഷൻ എന്നാൽ പരിശോധന, പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ കൺഫേംഡ്, കൺഫേം എന്നാൽ സ്ഥിരീകരിക്കുക, കൺഫേംഡ് സ്ഥിരീകരിക്കപ്പെട്ടു. റിപ്പീറ്റഡ് കോൺടാക്ട് ഫ്രം ദ സെയിം നമ്പർ. കോൾ രേഖകളുടെ പ്രാഥമിക പരിശോധനയിൽ അതേ നമ്പറിൽ നിന്ന് ആവർത്തിച്ച് കോളുകൾ വന്നതായിട്ട് സ്ഥിരീകരിച്ചു. ഡ്യൂറിങ് ക്വസ്റ്റ്യനിങ്, ചോദ്യം ചെയ്യുന്നതിനിടയിൽ, ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ, ഡ്യൂറിങ് ക്വസ്റ്റ്യനിങ് ചോദ്യം ചെയ്യലിനിടയിൽ, ദി അക്യൂസ്ഡ്, പ്രതി, അലേജഡ്ലി ടോൾഡ് പോലീസ് പേഴ്സണൽ, പോലീസ് ഉദ്യോഗസ്ഥരോട് പ്രതി പറഞ്ഞു ദാറ്റ് ഹി ഹെൽഡ് പേഴ്സണൽ എനിമോസിറ്റി ടുവേർഡ്സ് വി ഡി സതീശൻ. എനിമോസിറ്റി എന്നാൽ പക എന്നുള്ള അർത്ഥമാണ്, വിരോധം. ടുവേർഡ്സ് വി ഡി സതീശൻ എന്നാൽ വി ഡി സതീശനോട്. ആൻഡ് വാണ്ടഡ് ടു ഗെയിൻ, ഗെയിൻ എന്നാൽ നേടുക, വാണ്ടഡ് ടു ഗെയിൻ എന്നാൽ നേടണമായിരുന്നു. വാണ്ടഡ് ടു ഗെയിൻ നോട്രായിറ്റി, നോട്രായിറ്റി എന്നുള്ള അർത്ഥം കുപ്രസിദ്ധി എന്നുള്ള അർത്ഥമാണ്. പ്രതിക്ക് കുപ്രസിദ്ധി നേടണമായിരുന്നു. ബൈ ഇഷ്യൂയിങ് ത്രെഡ്സ് ടു കിൽ ഹിം ആൻഡ് ഹിസ് ഫാമിലി, അദ്ദേഹത്തെയും വി ഡി സതീശനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൊല്ലണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കുപ്രസിദ്ധി നേടണമായിരുന്നു. ആസ് മെൻഷൻഡ് ഇൻ ദ FIR. ചോദ്യം ചെയ്യലിനിടയിൽ അദ്ദേഹം പറഞ്ഞു, പ്രതി പറഞ്ഞു, വി ഡി സതീശനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം കാരണം അദ്ദേഹത്തെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ശ്രദ്ധ നേടുകയോ കുപ്രസിദ്ധി നേടുകയോ ചെയ്യാനായിരുന്നു ഉദ്ദേശം. ആസ് മെൻഷൻഡ് ഇൻ ദി FIR. FIRൽ വ്യക്തമാക്കുന്നത് ഇതാണ്, FIRൽ പറയുന്ന കാര്യമാണ് ഇതൊക്കെ. ഒഫീഷ്യൽസ് ഫെർദർ സെഡ്, കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു, ദ മോട്ടീവ് ബിഹൈൻഡ് ദി ആക്ട്, ഈ പ്രവൃത്തിക്ക് പിന്നിലെ ഉദ്ദേശം, ബിഹൈൻഡ് എന്നാൽ പിറകിലുള്ള, മോട്ടീവ് എന്നാൽ ഉദ്ദേശം, ഈ പ്രവൃത്തിയുടെ ഉദ്ദേശം അപ്പിയേഴ്സ് ടു ബി ആൻ അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് പാനിക് ആൻഡ് ഗെയിൻ അറ്റൻഷൻ. ഗെയിൻ അറ്റൻഷൻ എന്നാൽ ശ്രദ്ധ നേടുക, പാനിക് എന്നാൽ ഭയപ്പെടുത്തുക. ഈ പ്രവൃത്തിക്ക് പിന്നിലെ ഉദ്ദേശം ഭീതി പരത്തുകയും ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യാനുള്ള ശ്രമമായിരിക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദോ എന്നാൽ എങ്കിലും എ ഡീറ്റെയിൽഡ് പ്രോബ് എന്നാൽ അന്വേഷണം, ഡീറ്റെയിൽഡ് പ്രോബ് വിശദമായിട്ടുള്ള അന്വേഷണം, ഈസ് അണ്ടർ വേ, വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ എങ്കിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടു ആസർട്ടൈൻ എന്നാൽ അർത്ഥം നിശ്ചയം വരുത്തുക എന്നുള്ള അർത്ഥമാണ്, ഉറപ്പുവരുത്തുക. വെദർ എനി അതർ ഫാക്ടേഴ്സ് ഓർ ഇൻഡിവിജ്വൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദി ഇൻസിഡൻറ്റ് എന്നാൽ ഈ സംഭവത്തിൽ. ഫാക്ടേഴ്സ് എന്നാൽ കാരണങ്ങൾ, അതർ ഫാക്ടേഴ്സ് മറ്റു കാരണങ്ങൾ. ഇൻഡിവിജ്വൽസ് എന്നാൽ വ്യക്തികൾ, ഇൻവോൾവ്ഡ് എന്നാൽ ഉൾപ്പെടുക. എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങളോ ആളുകളോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദോ എ ഡീറ്റെയിൽഡ് പ്രോബ് ഈസ് അണ്ടർ വേ ടു അസർട്ടൈൻ വെദർ എനി അതർ ഫാക്ടേഴ്സ് ഓർ ഇൻഡിവിജ്വൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദി ഇൻസിഡൻറ്റ്. ലീഗൽ ആക്ഷൻ ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ എന്നാൽ അവലോകനം, ലീഗൽ ആക്ഷൻ എന്നാൽ നിയമ നടപടികളും സുരക്ഷാ അവലോകനവും. എ കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്, ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അണ്ടർ റെലവൻറ്റ് സെക്ഷൻസ് ഓഫ് ദ ലോ. റെലവൻറ്റ് എന്നാൽ അനുചിതമായിട്ടുള്ള, പ്രസക്തമായ നിയമവകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദി അക്യൂസ്ഡ് റിമെയിൻസ് ഇൻ കസ്റ്റഡി ആസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂസ്.
ആൻഡ് ദി അക്യൂസ്ഡ് റിമെയിൻസ് ഇൻ കസ്റ്റഡി. പ്രതി ഇപ്പോഴും കസ്റ്റഡിയിലാണ്. ആസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂസ്. കൂടുതൽ അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടെ പ്രതി കസ്റ്റഡിയിലാണ്. പ്രതി ഇപ്പോഴും കസ്റ്റഡിയിലാണ്. ഒരു കേസ് പ്രസക്തമായിട്ടുള്ള നിയമവകുപ്പുകൾ പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് ഹാവ് ഓൾസോ അഷ്യൂർഡ്. അഷ്യൂർ എന്നാൽ ഉറപ്പ് നൽകുക എന്നുള്ള അർത്ഥമാണ്. പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ദാറ്റ് സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ആർ ബീയിങ് റിവ്യൂഡ് ഇൻ ലൈറ്റ് ഓഫ് ദ ത്രെറ്റ് പ്രിസെപ്ഷൻ. ഇൻ ലൈറ്റ് ഓഫ് എന്നാൽ കണക്കിലെടുത്തുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. പ്രിസെപ്ഷൻ എന്നാൽ വിലയിരുത്തൽ, ധാരണ, ഇതൊക്കെയാണ് അർത്ഥം. ത്രെറ്റ് എന്നാൽ ഭീഷണി. ത്രെറ്റ് പ്രിസെപ്ഷൻ ഇതിനർത്ഥം ഭീഷണിയുടെ ഗൗരവത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ, ഇതാണ് അർത്ഥം. ആർ ബീയിങ് റിവ്യൂഡ് എന്നാൽ പുനർപരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ്. പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രോട്ടോകോൾസ് എന്നാൽ നടപടിക്രമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ. സെക്യൂരിറ്റി എന്നാൽ സുരക്ഷ. ഭീഷണിയുടെ ഗൗരവം വിലയിരുത്തൽ കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷാ നടപടികൾ പുനർപരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പോലീസ് ഉറപ്പ് നൽകി. ഭീഷണി നിലനിൽക്കുന്നുവെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. അതോറിറ്റീസ് സെഡ് അധികാരികൾ പറഞ്ഞു. ബന്ധപ്പെട്ടായി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. മോർ ഡീറ്റെയിൽസ് കൂടുതൽ വിശദവിവരങ്ങൾ വിൽ ബി ഷെയർഡ് കൂടുതൽ വിശദവിവരങ്ങൾ പങ്കുവെക്കും, കൂടുതൽ വിശദവിവരങ്ങൾ അറിയിക്കും. ആഫ്റ്റർ അതിനുശേഷം, ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദ ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ. കംപ്ലീഷൻ എന്നാൽ പൂർത്തിയാക്കൽ എന്നുള്ള അർത്ഥം, പൂർത്തീകരണം. ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം. അധികാരികൾ പറഞ്ഞു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുമെന്ന് അറിയിക്കുമെന്ന് അധികാരികൾ പറഞ്ഞു, അറിയിച്ചു. മോർ ഡീറ്റെയിൽസ് എന്നാൽ കൂടുതൽ വിശദവിവരങ്ങൾ. വിൽ ബി ഷെയർഡ് എന്നാൽ പുറത്തുവിടുമെന്നുള്ള അർത്ഥമാണ്. കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കപ്പെടും. ദി കംപ്ലീഷൻ ഓഫ് എന്നാൽ പൂർത്തീകരിച്ചതിന് ശേഷം എന്നുള്ള അർത്ഥം. ആഫ്റ്റർ ദി കംപ്ലീഷൻ പൂർത്തീകരിച്ചതിന് ശേഷം. ദി ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം, നിലവിൽ നടക്കുന്ന അന്വേഷണം.